ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. റൊമാൻസ് ഇൻ ദ ഹൗസിന്റെ എപ്പിസോഡ് 5 തുടങ്ങുന്നത് തന്നെ മൂജിന്റെയും എയോണിന്റെയും വെഡിങ് ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു മെമ്മറീസ് കാണിച്ചുകൊണ്ടാണ്. ഈ സമയം എയോൺ അവളുടെ കൂടെ എന്നും ഇനി മുതൽ ഉണ്ടാകണമെന്ന് അവൾ പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവനെ കൊണ്ട്. അവനാണെങ്കിൽ നാച്ചുറലി എഗ്രിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രസന്റില് ജിയോങ്ങിനെ കാണിക്കാണ്. അവള് കുടിച്ചിട്ട് വരെയാണ്. മൂജിനെ സൈഡിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ട്. മൂജിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവനത് കേൾക്കുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവൾ കുൻമുയി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആദ്യമേ കണ്ടത് തായ്ലൻഡിൽ വെച്ചാണ്. കൊറിയയിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ മൂജിൻ തായ്ലൻഡിലേക്ക് ചെന്നത്. അവിടെ നിന്ന് ഇവര് പിരിയുമ്പോൾ മൂജിൻ ജിയോങ്ങിന് അവന്റെ എല്ലാ ഭാഗ്യവും ഭാവിയും അവൾക്ക് നൽകിയിട്ടാണ് പോയതെന്നും പറയുന്നുണ്ട്. ജിയോങ് തിരിച്ച് കൊറിയയിൽ എത്തിയതിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ഇതിനൊന്നും ഉത്തരം കൊടുക്കാതെ മൂജിൻ അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇപ്പൊ നമ്മുടെ തേപ്പി അങ്ങ് ലിഫ്റ്റിൽ കയറുമ്പോഴാണ് മിറയും വരുന്നത്. അങ്ങനെ അവന് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അവൾക്ക്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മിറയോട് അവൻ ചോദിക്കുന്നുണ്ട് പനിയൊന്നും പിടിച്ചില്ലേന്ന്. കാരണം മഴയെ തിരിക്കുന്ന രംഗത്തിലാണല്ലോ ലാസ്റ്റ് ഇവര് കണ്ടു നിർത്തിയത്. അങ്ങനെ അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവള് തന്നെ അവളോട് ചോദിക്കുകയാണ് എനിക്കെന്തോ പറ്റിയത്, ഞാൻ എന്തിനാ അവൻ പോകുമ്പോ ചിരിക്കുന്നത് എന്നൊക്കെ. ഇപ്പൊ ഫൈനലി മൂജിനാണെങ്കിൽ എയോണായിട്ട് ഒരു ഡിന്നറിന് പോകാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം നമ്മുടെ മൂജിൻ അവളോട് പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാണെന്ന്. പക്ഷെ എന്നാൽ എയോൺ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണ്, നീ ഒരു പുതിയ ആളെ ഡേറ്റ് ചെയ്യണമെന്നും. മൂജിൻ പറയാണ് അവനിപ്പോ പണ്ടത്തെ പോലെയല്ല, നല്ല മെച്ചുവർ ആവുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ എന്നാൽ എയോൺ പറയുന്നത് നിനക്ക് കുറച്ച് പൈസ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, നീ പണ്ടത്തെ പോലെ തന്നെയാണെന്നും. അടുത്ത ദിവസം എയോൺ നെയ്ബേഴ്സായിട്ട് ഇരിക്കുമ്പോൾ ജിൻഹി എപ്പോഴത്തെയും പോലെ തന്നെ കുത്തി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മൂജിനുമായിട്ട് ഒത്തുചേരാൻ ഒരു പ്ലാനും ഇല്ലേ, ഒരു വട്ടമെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവളും പറയാണ് ഇല്ല, ഞാൻ അയാളോട് സംസാരിച്ചു, എന്തെങ്കിലും ഒരു പെങ്കൊച്ച് എന്റെ പരിചയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്തി വരെ കൊടുത്തേനെ, അവനൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇവളിങ്ങനെയൊക്കെ പറയുന്നത് സൈഡിൽ നിൽക്കുന്ന ജിയോങ്ങും കേൾക്കുന്നുണ്ട്. അന്ന് രാത്രിയാണ് നമ്മുടെ എയോണിനെ ജിയോങ്ങിൻ ഫോൺ വിളിച്ചിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ജിയോങ് ആണെങ്കിൽ കുടിച്ച് കൂസായി താഴെ വന്ന് വീഴുന്നത്. അങ്ങനെ അവിടുന്ന് പൊക്കിയെടുത്ത് ജിയോങ്ങിനെ റൂമിൽ കൊണ്ടുപോവുകയാണ് എയോൺ. അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന ജിയോങ്ങിന്റെ റൂം എയോൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളും പറയുന്നത് എനിക്ക് നീ ആവണം, നിനക്ക് ഹെൻജിയുണ്ട്, മിറയുണ്ട്, പിന്നീട് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങി പോവുകയാണ്. ഒബ്വിയസ്ലി ഉദ്ദേശിച്ചത് മൂജിനെയാണ്. അങ്ങനെ താഴെ വൃത്തിയാക്കുമ്പോഴാണ് അവിടുന്ന് ഒരു കാർഡ് കിട്ടുന്നത്. അത് തായ്ലൻഡിൽ വെച്ച് മൂജിനും ജിയോങ്ങും എടുത്ത ആ ഫോട്ടോ ആണ്. ഇത് കണ്ടിട്ട് എയോൺ ആണെങ്കിൽ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഷോക്കിലാണ്. ഇപ്പൊ ദീപ്യങ്ങാണെങ്കിൽ അവന്റെ അക്കാഡമിയിൽ നിൽക്കുമ്പോഴാണ് താഴെ കൂടെ ഒരാൾ പോകുന്നത് കണ്ടിട്ട് അവൻ താഴെ ഇറങ്ങി വരുന്നത്. അത് മറ്റാരും തന്നെയല്ല, നമ്മുടെ മിറയാണ്. അങ്ങനെ അവളും ഒരു ഫോൺ കോളില് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ മുകളിൽ തേക്കോണ്ട സ്റ്റുഡിയോ കാണുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഫ്രസ്ട്രേഷൻ മാറ്റാനും വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി കുറച്ച് ബോർഡൊക്കെ ഇടിച്ചങ്ങ് പൊട്ടിച്ചാലോ എന്ന് പറഞ്ഞ് അവൾ ഇമാജിനേഷനിൽ ആ ബോർഡ് ഇടിച്ച് പൊട്ടിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ആ സമയം സൈഡിൽ നിൽക്കുന്ന നമ്മുടെ തേപ്പിയങ്ങും ഇത് കണ്ടിട്ട് ചിരിക്കുമ്പോഴാണ് അവളും അവനെ കാണുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ നമ്മുടെ മിറ ചോദിക്കുന്നുണ്ട് നിന്റെ വീട് ഈ വഴിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്റേത് ഓപ്പോസിറ്റ് വഴിയാണ്, ഞാൻ എന്തായാലും നിന്നെ കൊണ്ടാക്കാനും വേണ്ടി വരാന്ന് വിചാരിച്ചതാ എന്ന് പറയുന്നുണ്ട്. നീ പൊയ്ക്കോ, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ ആശാനാണെങ്കിൽ സൈക്കിളിൽ കയറി പോകാൻ റെഡി ആയിട്ടിരിക്കുക. എനിക്ക് ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവനും പോകുന്നുണ്ട്. പൊയ്ക്കോ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവൻ പോകുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ ഒരു ഷോക്കില് അവൾ അങ്ങനെ പയ്യെ നടന്നു പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മിറയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊടയുമായിട്ട് വന്നതൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നത്. അവളുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവനിപ്പോ ഒന്നും പറയാതെ അങ്ങനെ പോയപ്പോ എനിക്ക് പെട്ടെന്നൊരു ചെറിയ സങ്കടം തോന്നിയെന്ന്. ഈ സമയമാണ് പെട്ടെന്ന് തന്നെ തേപ്പി അങ്ങോട്ട് തിരിച്ചെത്തി ബെല്ലടിച്ചുകൊണ്ട് സൈക്കിളിൽ അവളെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവളുടെ ഇമാജിനേഷൻ ആണെന്ന് അവൾ ആദ്യമേ കരുതുന്നുണ്ടെങ്കിലും പക്ഷെ അത് അവിടെ റിയൽ ആയിട്ട് നടക്കുന്നതാണ്. അങ്ങനെ അവൻ അവിടെ വന്ന് അടുത്ത് നിൽക്കുമ്പോഴാണ് അവളും അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് അവളുടെ മനസ്സിലുള്ള ചിന്തയും വരെയാണ്. എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവളും അവനോട് പറയാണ് എന്തിനാണ് നീ ഇന്നലെ ആ കൊടയുമായിട്ട് അവിടെ വന്നത്, എപ്പോഴും നീ എന്നെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതെന്നെ ഏകദേശം ചെറുതായിട്ട് ബോധർ ചെയ്യുന്നുണ്ട്, ഇനി മുതൽ അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒരു ഫ്ലഡില് ഞാൻ അങ്ങ് പോയെന്ന് അറിഞ്ഞാലും നീ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അവൻ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിപ്പുണ്ട്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഈ കാര്യമൊക്കെയാണ് നമ്മുടെ തേപ്പിയങ്ങ് ചിന്തിക്കുന്നത്. ഇന്നലെ മഴയത്തിരിക്കുന്ന സമയത്ത് മിറ അവനോട് പോകാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ ചെന്ന് ഒരു കടയിൽ കയറി ഒരു കൊടയും മേടിച്ചുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയത്. അതുപോലെ തന്നെ ഇന്ന് അക്കാഡമിയിൽ വെച്ച് അവളെ കണ്ടപ്പോ പെട്ടെന്ന് തന്നെ അവനൊരു സന്തോഷമൊക്കെ തോന്നി. ഇതൊക്കെ വളരെ കൺഫ്യൂസിംഗ് ആണെന്നും അവൻ ചിന്തിക്കുകയാണ്. എയോനാണെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം അവരുടെ ബോധം തന്നെ
തന്നെ അവളിൽ നിന്ന് പറന്നു പോയിരിക്കുകയാണ്. ജോലി ചെയ്യുമ്പോഴും മിറയുമായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോഴും അങ്ങനെ പല സമയത്തും അവള് കോൺഷ്യസ്നെസ് ഇല്ലാതെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരിക്കൽ രാത്രി മിറ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാഴ്ചയാണ് ഞെട്ടുന്നത്. അത് നമ്മുടെ എയോൺ ആണെങ്കിൽ പ്രേതത്തിനെ പോലെ ഇരുന്ന് തായ്ലൻഡിന്റെ ടൂർ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ ടിവിയിൽ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ J+ കമ്പനിയില് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. CEO ആണെങ്കിൽ എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ മാർക്കറ്റിംഗില് ഇവരാണ് ഇപ്പോഴും സെക്കൻഡ് പ്ലേസ്. ഇതുവരെയും ഫസ്റ്റില് വന്നിട്ടേ ഇല്ല കുറെ വർഷമായിട്ട്. ആ സമയം CEOക്ക് ഒരു കോൾ വരുന്നുണ്ട്. സീ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഇവരുമായിട്ടുള്ള ടൈസ് എല്ലാം കട്ട് ചെയ്യാൻ പോകുന്നെന്നും ഇനി മുതൽ ഒരിക്കലും സപ്ലൈ ചെയ്യത്തില്ല എന്നും പറയുകയാണ്. ഈ വട്ടം അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ മിറയുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ കൊളീഗ് വന്ന് അവളെടുത്ത് പറയുമ്പോ ഇത് സൈഡിൽ നിൽക്കുന്ന തേപ്പിയൊന്നും കേൾക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടായാലും ഞാനിത് ശരിയാക്കുമെന്ന് പറഞ്ഞ് അവരെ കാണാനായിട്ട് അവളും പോകുന്നുണ്ട്. കാറിൽ കയറി ഇരിക്കുമ്പോ സൈഡിൽ കൂടെ നമ്മുടെ തേപ്പിയും ഓടി വരികയാണ്. എനിക്ക് അറിയാവുന്ന ആളാണ്, ഞാനും കൂടെ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആദ്യമേ കാര്യം പറഞ്ഞ് സെറ്റാക്കാൻ കുറച്ച് പാടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് റെഡി ആവുകയാണ്. ഇപ്പൊ കുറച്ചൊന്ന് കാറ്റ് കൊള്ളാനും വേണ്ടിയിട്ട് രണ്ടുപേരും ബീച്ചിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മിറയും പറയുന്നുണ്ട്, സാധാരണ ബിസിനസ് ട്രിപ്പിലും വർക്കിനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വരുന്നതല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത സമയം ബീച്ച് കാണുന്നതെന്നും പറയുകയാണ്. ഇത് കേട്ട് തേപ്പിയൊന്നും നമ്മൾ ബീച്ചിൽ വരുമ്പോ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് കൂവി കാണിക്കുകയാണ്. അവളും ചോദിക്കുന്നുണ്ട്, ഓ എന്നെ കളിയാക്കാനും വേണ്ടി വെറുതെ പറയുന്നില്ലേ എന്ന്. അപ്പോഴാണ് സൈഡിൽ നിൽക്കുന്ന ആരോ ഒരാൾ കൂവുന്നത് കേട്ടിട്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഇവര് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ കൂവിയ ആള് നമ്മുടെ മൂജിനാന്ന് ഇവർ കാണുന്നതും. എയോന്റെ റിജക്ഷന് ശേഷം മൂജിനാണെങ്കിൽ ഇപ്പൊ ഒച്ചയിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്, എനിക്കെല്ലാം കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരെയും മൂജിൻ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മുടെ മൂജിൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ മിറ ചോദിക്കുന്നത്. ആ സമയം ഇവർ രണ്ടുപേരും സംസാരിക്കാനും വേണ്ടിട്ട് വിട്ട് നമ്മുടെ തേപ്പിയങ്ങ് അവിടെ നിന്ന് മാറി പോകുമ്പോഴാണ് നമ്മുടെ മിറയോട് അവനും പറയുന്നത്, എന്റെ പൊട്ടി ഹൃദയത്തെ ഒന്ന് സമാധാനപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അത് കഴിയുമ്പോൾ ഞാനങ്ങ് പൊയ്ക്കോളാമെന്നും പറയാണ്. മിറ പറയുന്നുണ്ട്, അങ്ങോട്ടൊന്നും തിരിച്ചു വരാതിരുന്നൂടെ, നിങ്ങൾ ഒരു മരിച്ച പേഴ്സൺ ആയിട്ട് തന്നെ ഇരുന്നായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നേനെ, എന്തിനാ വന്നത് എന്നും ചോദിക്കുമ്പോ മൂജിൻ പറയുന്നുണ്ട്, താമസിച്ചു പോയെങ്കിലും നിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഭാരമൊക്കെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നും പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ മേരെ പുറത്തു വെച്ച് ഹെൻജെ അവന്റെ ഫ്രണ്ടുമായിട്ട് നിൽക്കുന്നത് കാണുകയാണ്. എക്സാം വീക്ക് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവനെന്ത് ഈ പുറത്ത് കറങ്ങി നടക്കുന്നതെന്നാണ് അവൾ ആലോചിക്കുന്നത്. എന്നാൽ ഹെൻജെ ആണെങ്കിൽ പഠിക്കുന്നതിന് പകരം ബിസിനസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള അവന്റെ സീനിയേഴ്സിന്റെ പുറകെ നടക്കുകയാണ്. അവരിൽ നിന്ന് അഡ്വൈസ് തേടുന്നതിന് വേണ്ടി മാത്രമായിട്ട് 2 സെമസ്റ്ററിന്റെ പൈസ, അതായത് ഒരു 5 ലക്ഷം അടുപ്പിച്ച് വരുന്ന പൈസയാണ് അവൻ അവർക്ക് കൊടുത്തതും. അവന്റെ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവനുണ്ട്. ഇതെല്ലാം അറിഞ്ഞ് വളരെ ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലും നമ്മുടെ മിറ മൂജിനെ വിളിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് പറയാണ്. അവരുടെ ആ ഒരു കൂടിക്കാഴ്ച നല്ല രീതിയിലല്ല പോകുന്നത്. ഹെൻജയ്ക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൊടുത്തതിന് നമ്മുടെ മിറ മൂജിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഹെൻജയ്ക്ക് സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോൾ മൂജിന് അധികം ഒന്നും മിണ്ടാതെ ഒരു എൻവലപ്പ് ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. അത് ഇവര് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ മൂജിന് ഇപ്പോൾ പോവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലയുടെ ഓണർഷിപ്പ് എയോന്റെ പേരിൽ എഴുതാനുള്ള ഫോമാണ്. ഞാൻ പൊയ്ക്കഴിഞ്ഞ ശേഷം ഹെൻജെ പിന്നെ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതൊന്നുമില്ല എന്ന് മൂജിൻ പറയുമ്പോൾ നമ്മുടെ മിറയ്ക്ക് ദേഷ്യം വരികയാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാന നിമിഷം അതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് ഒരച്ഛൻ എന്ന രീതിയിൽ ഹെൻജയെ നല്ല രീതിയിൽ വളർത്തണം എന്നും പറയുകയാണ്. ഇപ്പൊ ഇതേ സമയം എയോൺ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ വീണ്ടും കാണുമ്പോൾ പഴയ കാര്യമാണ് ആലോചിക്കുന്നത്. ജിയോങ്ങിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസം അവള് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി അബോർട്ടായി പോയി. ഇപ്പൊ ആ ഫോട്ടോയായിട്ട് എയോൺ രണ്ടും കൽപ്പിച്ച് ജിയോങ്ങിനോട് കാര്യങ്ങൾ ചോദിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എയോണും ചോദിക്കുകയാണ്, ജിയോങ് നീ താമസിച്ചിരുന്നില്ലേ തായ്ലൻഡിൽ പണ്ട്, അപ്പോ അവിടെ നല്ല രസമായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം അവൾക്ക് നല്ല രീതിയിൽ അത് ചോദിക്കാൻ പോലുള്ള ത്രാണിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം സ്ട്രെസ് ഒക്കെ മാറ്റാനായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. കുറെ നേരത്തിന് ശേഷം തിരിച്ച് മൂജിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് റെസ്റ്റോറന്റിന് ഓണർ അവിടെ എത്തുമ്പോൾ അയാളിൽ നിന്നും എയോൺ അറിയുന്നത് മൂജിനിപ്പോ ആ കട ഫുള്ളായിട്ട് കുറച്ചു നേരത്തേക്ക് വാങ്ങിച്ചിരിക്കുകയാണെന്ന്. ഇതറിഞ്ഞ് എയോൺ പെട്ടെന്ന് തന്നെ ജിയോങ്ങിന്റെ കടയിൽ പോയി നോക്കുമ്പോഴാണ് അവിടെയും ടെമ്പററി ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ജിയോങ്ങിനെ കോൾ ചെയ്താലോ എന്ന് കരുതി ഫോൺ എടുക്കുന്ന വഴിയിൽ അവളുടെ കയ്യിരിക്കുന്ന ആ ഫോട്ടോയും താഴെ വീഴുകയാണ്. പക്ഷെ എന്നാൽ അവളെ കോൾ ചെയ്യാൻ അവൾ തയ്യാറാവുന്നില്ല. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് ആ റെസ്റ്റോറന്റിലേക്കാണ്. അപ്പോഴാണ് നമ്മുടെ മിറയും അമ്മ വരുന്നത് കാണുന്നത്. പെട്ടെന്ന് ഇതറിഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മൂജി ചോദിക്കുന്നത്, നമ്മളെന്തിനാ ഒളിക്കുന്നത്? അപ്പൊ മിറയും പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും അമ്മ അറിയാതെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചെന്നൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ രണ്ടുപേരുടെയും കഥ തീരും. അങ്ങനെ കുറെ പാടുപെട്ട് അവസാനം നമ്മുടെ മൂജിൻ എയോണെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. ദേഷ്യം വന്നിട്ട് നമ്മുടെ എയോൺ മൂജിനോട് ചോദിക്കുന്നുണ്ട്, തായ്ലൻഡിലായിരുന്നപ്പോ
ജിയോങ്ങിനുമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ബന്ധമെന്ന്. ജിയോങ്ങിനെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞ ആ മനുഷ്യൻ നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മൂജിനെ നോക്കുമ്പോ ഇവള് ജലസ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നിയിട്ട് ഏയോൺ നിനക്കിപ്പോ ജലസിയാണോ? ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ഏയോൺ ആണെങ്കിൽ ദേഷ്യത്തില് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാന്ന് പറയുമ്പോ മൂജിനും പറ്റത്തില്ല എന്ന് പറയാണ്. കാരണം വർഷം കുറെ ആയി ഇവളിങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് അവൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിരിയൊക്കെ ആയിട്ട് മൂജിൻ പയ്യ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ബാക്കിൽ കൂടെ ദേഷ്യത്തിൽ വന്നത് നമ്മുടെ ഏയോൺ ആണെങ്കിൽ അവന്റെ തലയിൽ മൊട്ടയടിക്കുന്നത്. അങ്ങനെ ഈ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും ഈ അടിപൊളി കോമഡി ഡ്രാമ കാണാനും വേണ്ടിയിട്ട് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.